പേടി അതൊരു വല്ലാത്തൊരു അവസ്ഥയാണല്ലേ. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ പേടി എന്ന് പറയുന്നത്. ആരൊക്കെയോ കുഞ്ഞിലേ തൊട്ടേ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ആരൊക്കെയോ കുഞ്ഞിലേ തൊട്ടേ നമുക്ക് പകർന്നു തന്നൊരവസ്ഥയാണ് പേടി എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനും പേടി, ഏത് കാര്യം ചെയ്യാനും പേടി, ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ പേടി, ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് പൂർത്തിയാക്കാൻ പോലും പറ്റാത്തൊരു പേടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, മറ്റത് ചെയ്യണ്ട, മറിച്ച് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് തരുന്നതല്ലാതെ എന്ത് ചെയ്താലും ലൈഫിൽ സക്സസ്ഫുൾ ആവുമെന്ന് ആരും ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല. എപ്പോഴും പലരും ആലോചിച്ചിട്ടുണ്ടായിരിക്കാം, അവരുടെ ജീവിതം അങ്ങനെ ആയിട്ട് എന്തുകൊണ്ട് അവർ പറഞ്ഞു തന്നില്ല എന്ന്. അങ്ങനെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ലൈഫ് കുറേ കൂടി ബ്യൂട്ടിഫുൾ ആവുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് കൂടെ തോന്നണമല്ലോ അവരുടെ ലൈഫും ഇങ്ങനെ ആയി, ഇനി ബാക്കിയുള്ളവരുടെ ലൈഫും കൂടെ അങ്ങനെ ആവരുത് എന്ന് ചിന്തിച്ചാലല്ലേ പറ്റത്തുള്ളൂ, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുന്നതിലും പേടി പേടി പേടി. ഈ പേടിയിലൂടെ കടന്നു പോകുമ്പോഴുണ്ടല്ലോ മറ്റുള്ളവർക്ക് നമ്മൾ പേടിപ്പിക്കാനുള്ളൊരു അവസരം കൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യുന്നതിനും പേടി, അത് ചെയ്താൽ ശരിയാവും, ഇത് ചെയ്താൽ ശരിയാവും, ബാക്കിയുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിച്ച് എന്തെങ്കിലും കാര്യം പൂർത്തീകരിച്ച് ചെയ്യൂ. ഇല്ല, എന്നാൽ ഇന്ന കാര്യം ചെയ്താൽ നീ സക്സസ്ഫുൾ ആവുമെന്ന് ആരെങ്കിലും പറഞ്ഞു തരും, അതുമില്ല. ഇപ്പം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വന്നാലും അവൾക്ക് എന്താ അഹങ്കാരമാണ്, നോക്ക് ചെയ്യുന്ന കണ്ടില്ലേ, ആർക്കെങ്കിലും അവൾ അനുവാദം ചോദിക്കാറുണ്ടോ, അതും പറയുന്നവരുണ്ട്. ഇപ്പോൾ ലൈഫിൽ സക്സസ്ഫുള്ളായ നോക്ക് ദേ അവൾ സക്സസ്ഫുള്ളായി, എത്ര പെട്ടെന്ന് അവൾ സക്സസ്ഫുള്ളായത്, ഇങ്ങനെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് തവണ ആലോചിച്ചിട്ട് അത് ശരിയാണ് എന്ന് മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, 100% ശരിയാവണം എന്ന് മനസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുക. അല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഇരുന്നാൽ ഒരിക്കലും ജീവിതത്തിൽ ഒരു കാര്യവും നടക്കത്തില്ല. താങ്ക് യു.